ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷ്ടമാത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനസ്വിനി ഇട്ട് ഡോക്ടർ ദേവികിട്ട് പൊളിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഇഷിതയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുന്നത് മുഴുവൻ അവൾ കേട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കാരണം അടിച്ച് പൊട്ടിക്കും അവൾ. അതിനുശേഷമേ അവൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. ഞാൻ ആ സമയം കൊണ്ട് ഇഷിതയുടെ പക്ഷത്താവും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാ പ്രശ്നം? ഡോക്ടർ ദേവിക, നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാകും. പിന്നെ ഡോക്ടർ ദേവിക കള്ളി എന്നുള്ളൊരു പേരായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. രോഗിയായി വരുന്ന പേഷ്യൻറ്റിൻ്റെയൊക്കെ കരളും കിഡ്നിയൊക്കെ മുറിച്ച് മാറ്റി വിൽക്കുന്ന ആ ഒരു ഡോക്ടർ ദേവികയായിട്ടായിരിക്കും നിങ്ങളെല്ലാവരും കണക്ക് കൂട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ആർക്കാ പ്രശ്നം? എനിക്കാണോ അല്ലെങ്കിൽ ഡോക്ടർ ദേവികയ്ക്കാണോ പ്രശ്നം? അങ്ങനെയൊക്കെ ഞാൻ വരുത്തി തീർക്കും. നിങ്ങളെ ഏതായാലും വീട്ടിൽ പോയി നിങ്ങളുടെ കൊച്ചുമക്കളെയും കളിപ്പിച്ച് ലാളിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. അല്ലാതെ ഇഷിതയുടെ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ നോക്കരുത്. അതായിരിക്കും എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു രോഗിയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഡോക്ടർ ദേവിക്ക് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. ഇപ്പോൾ ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മനസ്സെനിക്ക് മനസ്സിലായി, ഏതായാലും പറയേണ്ട രീതിയിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തള്ളയുടെ സൂക്കേട് തീർന്നു. ഏതായാലും ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരെൻ്റെ മുന്നിൽ വരില്ല, ഈ മനസ്സിൻ്റെ അടുത്താണ് അവരുടെ കളി എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിന് പോവുകയാണ്. അപ്പോൾ ഡോക്ടർ ദേവിക, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഡോക്ടർ ദേവിക മനസ്സിലിങ്ങനെ കരുതുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. അപ്പോൾ രചനയാണെങ്കിൽ മഹേഷിനെ കുറിച്ച് ആലോചിക്കുകയാണ്. മഹേഷിനെ കുറിച്ച് ആലോചിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഏതായാലും തിരക്കണം, ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ല. അങ്ങനെ നമ്മുടെ രചന നേരെ മഹേഷിനെ വിളിക്കാം. മഹേഷിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ രചനയുടെ കോൾ ഉണ്ടെപ്പോഴേക്കും മഹേഷിന് എടുക്കണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷേ എന്നാലും ആക്സിഡൻറ്റിന് പിന്നിൽ ആരാണെന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മഹേഷ് ആ കോൾ എടുക്കുകയാണ്. എന്താ പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും മഹേഷ്, എങ്ങനെയുണ്ട് വേദനയ്ക്ക് കുറവുണ്ടോ? അങ്ങനെ കുറവുണ്ടാവുന്ന വേദനയല്ലല്ലോ എനിക്ക് സംഭവിച്ചത്. അല്ല മഹേഷേ, എനിക്ക് അവിടെ വന്ന് മഹേഷിനെ പരിചരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റില്ലല്ലോ മഹേഷേ. പിന്നെ ഈ പകലുറക്കം വേണ്ട കേട്ടോ. പകലുറങ്ങിയിട്ടുണ്ടെങ്കിലേ രാത്രി സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കില്ല. രാത്രി വേണം മഹേഷ് സുഖമായിട്ട് ഉറങ്ങാനായിട്ട്, അല്ലെങ്കിലേ അത് ഹെൽത്തിന് മോശമാണ്. അല്ല, പകലൊന്നും മഹേഷിന് കമ്പനി തരാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് പകലുറക്കം സംഭവിക്കും. ഇത് കേട്ട മഹേഷ്, ഒരു ജോലിയും ഇല്ലാത്തവർ എന്താ ചെയ്യണത്? പകൽ ഉറങ്ങുകയല്ലേ വേണ്ടത്. അപ്പോൾ അതേപോലെ ഞാനും ചെയ്യുന്നു. അതല്ല മഹേഷേ, ഉള്ള കാര്യം ഞാൻ മഹേഷിനോട് തുറന്നു പറയാലോ. എനിക്ക് മഹേഷിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഓ അങ്ങനെയോ? അതെ മഹേഷേ, ഞാനിത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുക. ആ ഒരു പഴയ സ്നേഹമില്ലേ, അത് എനിക്ക് മഹേഷിനോട് തോന്നുകയാണ് മഹേഷേ. ആണോ? അതെന്താ രചന അങ്ങനെ തോന്നാനുള്ള കാരണം? എനിക്കറിയില്ല. മഹേഷിനെ കണ്ടപ്പോൾ മുതൽ എനിക്ക് മഹേഷിനോട്ട് അടുക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു. മഹേഷിനെ ഇപ്പോൾ കാണണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ തുടിക്കുന്നു മഹേഷേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഓ അങ്ങനെയാണോ? എങ്കിലേ ഞാൻ രചനയോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ. അത് രചന ചെയ്തു തരോ? മഹേഷേ പറ മഹേഷേ, എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാം, എന്ത് കാര്യം വേണമെങ്കിലും. അല്ല, ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇഷിതയെ ലക്ഷ്യം വെച്ചിട്ടാണ് ആക്സിഡൻറ്റ് നടക്കാനുള്ള കാരണമെന്ന്? അതിന് പിന്നിൽ ആകാശാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് രചന പറഞ്ഞത്, അതെ അതിന് പിന്നിൽ ആകാശ് തന്നെയായിരിക്കും, അതിൻ്റെ എവിഡൻസുമായിട്ട് ഞാൻ വരാം എന്നൊക്കെയല്ലേ രചന എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എവിഡൻസ് വല്ലതും കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ രചന വാ, ആ എവിഡൻസുമായി എന്നെ കാണാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചന ഒന്ന് ഞെട്ടിപ്പോയി. പറയണ്ടായിരുന്നു എന്ന് വരെ ചിന്തിച്ചു. അപ്പോൾ രചന, അത് പിന്നെ മഹേഷേ, ഞാൻ ആകാശിന് പിന്നിൽ തന്നെയാണ്. ആകാശിനെ ഞാൻ ഓരോ ദിവസവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ മഹേഷിനെ കാണാനായിട്ട് വരും. ശരി മഹേഷേ, ഓക്കെ എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. കട്ടായി കഴിഞ്ഞപ്പോഴേക്കും രചനയാണെങ്കിൽ, ദൈവമേ ആകാശിൻ്റെ കാര്യം പറയണ്ടായിരുന്നു, ഇപ്പോൾ ആണെങ്കിൽ മഹേഷ് അത് മറന്നിട്ടുമില്ല, എനിക്കിത് വലിയ പ്രശ്നമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് രചനയും ചിന്തിക്കാം. അങ്ങനെ കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് ഇഷിത വരികയാണ്. അപ്പോൾ ഇഷിത വന്നിട്ട്, അല്ല
ഇതെന്താ ഇത്? മഹേഷൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ചായയൊന്നും വേണ്ട, താൻ എവിടെ ഇരുന്നേ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അതെ, ഇന്നാരും ചോദിക്കാനും പറയാനൊന്നും വന്നില്ല, അല്ലെങ്കിൽ ഓരോരുത്തരും ഉപദേശമായിട്ട് വരികയാണല്ലോ പതിവ്. എന്താ മഹേഷേ, അതൊന്നും വിട്ടില്ലേ? ഇവിടെ ഇരുന്നത് ആലോചിക്കുകയാണ് പരിപാടി. എനിക്കിതല്ലാതെ വേറെ എന്താ ആലോചിക്കാനാണ്? ഇവിടെ ഇരുന്നിരുന്ന് മുഷിഞ്ഞു ഇഷിത. എനിക്കേ ഒന്ന് പുറത്തു പോകണം. പുറത്തു പോകാനോ? കൊള്ളാം, ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? അങ്ങനെ പുറത്തു പോകാനായിട്ട് പറ്റുമോ മഹേഷേ? എനിക്ക് പുറത്തു പോകണം ഇഷിത. എനിക്കിവിടെ ഇരുന്നേ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയാണ്. ദേ, ഹോസ്പിറ്റലിൽ പോകുന്ന നേരത്തെ എന്താ ഞാൻ പുറത്തു പോകാറില്ലേ? ദേ മഹേഷേ, ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഒന്ന് എണീറ്റ് നടക്കട്ടെ, അതിന് ശേഷം നമുക്ക് പുറത്തൊക്കെ കറങ്ങിയടക്കാം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പുറത്തു പോയേ മതിയാവുള്ളൂ. ദേ, വാശി പിടിക്കരുതേ. ഇതെന്തൊരു വാശിയാ മഹേഷ് ഇത്? കുഞ്ഞുങ്ങളെ പോലെ ചുമ്മാ വാശി പിടിക്കുന്നു. ഓ, എൻ്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. എന്ത് ചെയ്യാനാണ്? കിടപ്പിലായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെ പറയുന്നതും ഇതാക്കി പുറത്തെങ്ങും പോകാതെ ഇവിടെ തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചുമൂട്ടിയിരിക്കേണ്ടി വരും. എൻ്റെ ഭാര്യ എനിക്കൊരു ആഗ്രഹം സാധിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഓഹോ, ശരി, അപ്പം അതിൽ കയറി പിടിച്ചല്ലേ? ഇപ്പം പോയിന്റിൽ തന്നെ കയറി പിടിച്ചു. എൻ്റെ മഹേഷേ, ദേ, ഇത് വല്ലാത്തൊരു പിടിവാശിയായിപ്പോയി. എടോ, ഞാൻ തന്നോട് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ലോകത്തിലേക്ക് കൊണ്ടുപോകാനാ. അതിന് പോലും തന്നെ കൊണ്ട് സാധിക്കില്ലേ? ശരി, എന്നാ കൊണ്ടുപോകാം. എന്താ പോരെ? എനിക്കത് മതി എന്ന് പറയാം. അങ്ങനെ മഹേഷിനെയും കൊണ്ട് നമ്മുടെ ഈഷിത ഒരു പാർക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ അതെ, ഇവിടെ നിർത്തുക, എന്നിട്ട് തൻ്റെ അവിടെ പോയിരുന്നേ, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. അങ്ങനെ ഈഷിത അവിടെ പോയിരിക്കുക. എങ്ങനെയുണ്ടോ? നമ്മൾ രണ്ടുപേരുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ആശ്വാസം തോന്നില്ലേ? ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ തൻ്റെ അമ്മ ഓരോരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴേ അത് മനസ്സിനകത്ത് ശരിക്കും പതിച്ചിരുന്നു. പക്ഷേ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അമ്മ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അത് പിന്നെ മഹേഷേ, അമ്മ പറയുന്നതിലും നമുക്കൊന്നും തെറ്റു പറയാനായിട്ട് പറ്റില്ല. കാരണം എൻ്റെ ഒരു അവസ്ഥയും ജീവിതമൊക്കെ അമ്മ ഒരുപാട് കണ്ടതാണല്ലോ. അതിന് പകരമായിട്ട് തൻ്റെ ചേച്ചിയും വന്ന് എന്നെ ഒരുപാട് ഉപദേശിച്ചു, പറയേണ്ടതൊക്കെ പറഞ്ഞു. മഹേഷേ, സോറി മഹേഷേ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നൊക്കെ. അത് ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിലിരിപ്പുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇപ്പം ഇതെല്ലാം തീർന്നില്ലേ? പിന്നെ രചനയും കൂടി മഹേഷിൻ്റെ അടുത്ത് കൂടുതൽ അടുത്തത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുവേ അതും ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ വന്ന് പറഞ്ഞത്. എടോ, തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ രചനയെ വീണ്ടും അടുപ്പിക്കുമെന്ന്? ഞാൻ രചനയെ അടുപ്പിച്ചതും എന്തുകൊണ്ടാണ് അവളോട് സംസാരിച്ചതെന്നും അറിയാലോ. എടോ, എൻ്റെ ആക്സിഡൻറ്റിന് പിന്നിൽ അത് തന്നെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചു. അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ രചനയോട് അടുപ്പം കാണിച്ചത്. അത് ഞാൻ തന്നോട് പറഞ്ഞതാ. അല്ലാതെ തനിക്ക് തോന്നുന്നുണ്ടോ രചനയുമായിട്ട് ഞാൻ അടുക്കുമെന്ന്? എടോ, ഞാനും രചനയും അതേപോലെ തന്നെ എൻ്റെ 2 മക്കളും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ആ കാലം നല്ല പൊന്നു പോലത്തെ മക്കള്. എന്നിട്ടും അവളെന്നോട് വലിയൊരു ചതിയാണ് ചെയ്തത്. അവളെന്നെ ഉപേക്ഷിച്ച് വേറൊരുത്തിൻ്റെ ഒപ്പം പോയി. എനിക്ക് ബിസിനസ്സിൽ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് വേറെ ആഡംബരങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു താല്പര്യം. ഭർത്താവിനൊരു ഇത് സംഭവിക്കുമ്പോൾ ഭാര്യ എപ്പോഴും കൂടെ നിൽക്കണ്ടേ? പക്ഷേ അവളുടെ മനസ്സ് കല്ലായിരുന്നു. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ദയാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയത്. എപ്പോഴും ഭർത്താവിൻ്റെ തണലിൽ ഭാര്യ കഴിയണമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ്. ഭാര്യയുടെ തണലിലാണ് എപ്പോഴും ഭർത്താവ് കഴിയേണ്ടത്. അവളുടെ സംരക്ഷണയിൽ കഴിഞ്ഞാൽ ഭർത്താവ് എന്നും സുരക്ഷിതയായിരിക്കും എന്നിങ്ങനെ പറയാം. ഇപ്പം കണ്ടില്ലേ, എൻ്റെ ഇഷിതയെ എനിക്ക് കിട്ടി. ഇഷിതയുടെ തണലിലല്ലേ ഞാനിപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സുരക്ഷിതയല്ലേ. അങ്ങനെ ഇരിക്കെ ഞാൻ രചനയെ തേടി പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ രചനയെ സ്വന്തമാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല മഹേഷേ, എനിക്കും ഇതേപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടി. പക്ഷേ ആ നിമിഷം തന്നെ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കെട്ടിയ താലി പോലും ചിന്തിക്കാതെ എന്നെ വേണ്ടെന്ന് പറഞ്ഞതാ മാധവ്. അങ്ങനെയുണ്ട്, ആണുങ്ങൾക്കും മനസാക്ഷിയില്ലാത്ത ആണുങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നും പറയാനായിട്ട് പറ്റില്ല. ആണായാലും പെണ്ണായാലും നമ്മളെ കൊണ്ടൊരു ആവശ്യമില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ നമ്മളെ ഉപേക്ഷിക്കും.
അത് സ്വാഭാവികം തന്നെയാണ് എന്ന് പറയുകയാണ്. എനിക്കും ഒരേ ഇത് സംഭവിച്ചു, മഹേഷിനും ഇത് സംഭവിച്ചു. ഇപ്പം നമ്മൾ രണ്ടുപേരും അത് മറക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ, പിന്നെ അല്ലാതെ. ഇനി നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയണ്ട ഇഷിത, അതെല്ലാം വിട്ടേര്. ഇനി നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയല്ലേ, അതൊക്കെ കഴിഞ്ഞ അധ്യായമല്ലേ. പിന്നെ മഹേഷേ, ഡോക്ടർ ദേവികയോട് ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് എന്തു പറഞ്ഞടോ? ഡോക്ടർ ദേവിക മഹേഷ് പറഞ്ഞതുപോലെ തന്നെയാ. കാരണം ആ കല്യാണ സമയത്ത് എനിക്കങ്ങനെ ഒരു ഇത് സംഭവിച്ചല്ലോ. അപ്പോൾ അതിനെ ഓർത്തിട്ടാണ് ഡോക്ടർ ദേവികയ്ക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടം. അങ്ങനെ ഒരു കാര്യം പറയണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഡോക്ടർ ദേവികയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. മഹേഷ് പറഞ്ഞ പോലെ ആ ഒരു കാര്യം തന്നെ ആയിരിക്കും. എടോ, എന്നാലും ഈ ഡോക്ടർ ദേവികയുടെ നമ്പറൊന്നും എനിക്ക് തന്നെ. എന്തിന്? ഇപ്പം അതെന്തിനാ? അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ? എടോ ഉണ്ടോ? ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ വിളിച്ചൊക്കെ ഒന്ന് സംസാരിക്കാന്നേ, അതിനിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ. ശരി തരാം, എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നാലോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് മാധവനെ കാണിക്കണം. മാധവ് കുടിച്ച് ലെക്ക് കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ മനസ്വിനിയെ ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടല്ലോ. അവരെന്തിനാ എന്നെ പ്രസവിച്ചത്? മകൻ്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി പ്രസവിച്ചു അവർ, എന്നിട്ട് അമ്മയെന്നുള്ളൊരു പേരും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മാധവ് ഇങ്ങനെ നടന്ന് ലെക്ക് കെട്ട് നമ്മുടെ ഇഷിതയോട് ഇഷിത എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. ഇഷിത ചോദിക്കും മാധവ്. അപ്പോൾ നമ്മുടെ മഹേഷ് ചോദിക്കണം ആരാണ് ഇഷിത എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് തിരിഞ്ഞ് നോക്കിയേ, ഇത് ആരാണെന്ന്. ഇവന് ഇതെന്താണ് കുടിച്ച് ലെക്ക് കേട്ടാളാണ് വരുന്നത്? മാധവ് ഇങ്ങനെ ഒരാളല്ല മഹേഷേ. പക്ഷെ ഇതെന്തു പറ്റി? എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇഷിത, എനിക്ക് ഇഷിതയോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. ഇഷിത ഒന്നങ്ങോട്ട് മാറി നിൽക്കാവോ? എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കേട്ട മഹേഷിന് കലി വരിക്കണം. എടാ, നീ ആരെയും വിളിക്കണേന്നറിയാവോ? എൻ്റെ ഭാര്യയെ എൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അവളുടെ കഴുത്തിൽ താലി കെട്ടിയതേ ഞാനാണ്. ഇത് ഇടഞ്ഞപ്പോഴേക്കും സാറേ, അതൊക്കെ എനിക്കറിയാം സാറേ. പക്ഷേ സാറിനെക്കാലം മുമ്പ് അവളുടെ കഴുത്തിൽ താലി കെട്ടി മണിക്കൂറോളം എൻ്റെ ഭാര്യയായിട്ടിരുന്നവളാണ് അവള്. അതിനുശേഷമല്ലേ താലിയെല്ലാം പൊട്ടിച്ചെറിഞ്ഞത്. എടാ, കൂടുതൽ വിളച്ചെടുക്കാൻ നിൽക്കല്ലേ മോനെ. നിനക്ക് ആണത്തില്ലാത്തത് കൊണ്ടാ അവൾക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതിൽ അധികാരം സ്ഥാപിക്കാനായിട്ട് വരരുത്. അയ്യോ സാറേ, ഞാൻ അധികാരം സ്ഥാപിക്കാനൊന്നും അല്ല വന്നത്. എനിക്ക് ഇഷിതയോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ടായിരുന്നു. നീ ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട എൻ്റെ ഭാര്യയോട്. അതിന് നിനക്കൊരു അർഹതയില്ല. ഇഷിതയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നെങ്കിലേ ഭാഗ്യം ചെയ്യണം, ഭാഗ്യം. അപ്പോൾ മഹേഷിൻ്റെ ആ ഒരു വർത്തമാനം കിട്ടുന്നപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എടാ ഒരു അമ്മ ആ പെണ്ണിനെ അനാവശ്യം പറയുമ്പോൾ താലി കെട്ടിയവൻ നോക്കി നിൽക്കുകയല്ല വേണ്ടത്, അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമായിരുന്നു. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കല്യാണപ്പന്തലിൽ വെച്ച് അവളെയും കൈകൂട്ടി നീ പിടിച്ചിറങ്ങണമായിരുന്നു. അതൊക്കെ നീ ചെയ്ത് തെറ്റാണ്. അതേ സാറേ, ഞാൻ ചെയ്ത് തെറ്റാണ്. എന്നിട്ട് എന്തായി? നിന്റെ അമ്മ കാണിച്ചെന്നൊരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചു. എന്നിട്ടെന്താ, നിങ്ങൾക്ക് മക്കളുണ്ടായോ? ഇല്ലല്ലോ, ഉണ്ടാകൂല. കാരണം അതൊക്കെ ദൈവം തന്ന ശിക്ഷയാണ് നിങ്ങൾക്ക്. ഇപ്പം നീ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടല്ലേ? ഇഷിതയെ വിട്ട് കളയണ്ടായിരുന്നുവെന്ന് നീ ചിന്തിക്കുന്നുണ്ടല്ലേ? ഭാഗ്യം ചെയ്തവരുടെ കയ്യിലെ ഇഷിതയെ പോലൊരു പെൺകുട്ടിയെ കിട്ടോള് എന്നൊക്കെ ഇഷിതയെക്കുറിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ പറയാണ്. ഇഷിതയാണെങ്കിൽ മനസ്സ് നിറഞ്ഞു നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ സാറേ, ഞാൻ അതിനു വേണ്ടിയൊന്നും അല്ല വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇഷിത ഒന്ന് വരുമോ? ഇഷിതയോട് മാത്രമായിട്ട് എനിക്ക് പറയാനാ. വേണ്ട മാധവേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിവിടെ വെച്ച് പറഞ്ഞാൽ മതി. അല്ല ഇഷിത, എനിക്ക് അത്യാവശ്യമായിട്ട് തന്നോട് സംസാരിക്കണം എന്നിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോഴേക്കും മഹേഷിന് കാലി വന്ന് ആ വീൽ ചെയറിൽ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ഇഷിത പേടിച്ചു പോയി. അയ്യോ മഹേഷേ, സാഹസ്യം കാണിക്കരുത് മഹേഷ്, കൂൾ അവിടെ ഇരിക്കും മഹേഷേ. എൻ്റെ കൺമുന്നിൽ നിന്നും നീ പോയിക്കോ, അല്ലെങ്കിൽ വീൽ ചെയറിലാണെന്ന് ഞാൻ വിചാരിക്കില്ല. എന്തെങ്കിലും ചെയ്ത് ഞാൻ അവിടെ നിന്ന് എണീറ്റ് നിന്നെ അടിച്ച് ഞാൻ തകർക്കും. പോടാ എൻ്റെ കൺമുന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ മാധവ സങ്കടപ്പെട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷേ അപ്പോൾ അവിടെ ഇഷിതയ്ക്ക് എന്തൊക്കെയൊരു ഡൗട്ട് തോന്നുകയാണ്. അങ്ങനെ മഹേഷ് പറയണം, അവൻ എന്തൊരു ധൈര്യം വന്നിട്ട് വേണം, അവൻ എന്തിനിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ പറഞ്ഞ നമ്മുടെ ഇഷിതയാണെങ്കിൽ, മഹേഷേ എന്നാലും എനിക്കിതിൽ കുറ്റബോധമൊന്നും ഇല്ല കേട്ടോ. അവൻ പോണെങ്കിൽ പോട്ടെ, പക്ഷേ മഹേഷ് എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, അതോർക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ആത്മാഭിമാനം തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷിൻ്റെ നെറ്റിയിൽ ഇഷിത ഒരു കിസ്സും വയ്ക്കുകയാണ്. അപ്പോൾ അതും കൂടി ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷം. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.